കസ്റ്റമൈസ് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിൽ പലരും ഗ്രാജുവേഷൻ കഴിയുന്നേ ഉള്ളൂ. യു സ്റ്റിൽ ഹാവ് എ ചാൻസ് വെൻ യു ഗോ ഫോർ യുവർ PG ഓർ വെൻ യു ലുക്ക് അറ്റ് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് വേണോ അല്ലെങ്കിൽ 1 more year സ്റ്റഡിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇഫ് യു ക്യാൻ ഇൻവെസ്റ്റ് ദ നെക്സ്റ്റ് 1 year ടു എൻ ഏരിയ വേർ യുവർ സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് കോമ്പിനേഷൻ ഉണ്ടാകണം. ഒപ്പം ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് തമ്മിലൊരു കോമ്പിനേഷൻ എടുക്കാൻ പറ്റിയാൽ യു ആർ എ സ്പെഷ്യലിസ്റ്റ് ഇൻ XY കാറ്റഗറി എന്ന് പറയാൻ പറ്റിയാൽ യു വിൽ ഫ്ലൈ. ഞാൻ അവിടെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ജോലിക്കാരെ കിട്ടാനില്ല എന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ കൊമേഴ്സുകാരനാണ്. I was asking you, she did commerce with computer applications. So she has already done 4 papers in computing. So now what's her name? Angel. Now to have options. I can go with my commerce. I can go with my management programs. I can also look at my computing. I'm just saying an example. Now you look at the demand chart. Commerce, opportunities. Other management programs, opportunities. Computing, opportunities. As a career guide, I will tell you, if you are okay with computing, go with a program called Business Informatics, Business Data Analytics, because she has done some basics of computing and commerce. You understand what is MIS? Yes. Every company will have this department, MIS. Okay, this data വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. For example, when I was heading Reliance, we have got lakhs and lakhs of connections across Kerala and Tamil Nadu. We have the database. STD മാത്രം വിളിക്കുന്നവർ, IST മാത്രം വിളിക്കുന്നവർ, ബംഗാളിലേക്ക് മാത്രം വിളിക്കുന്നവർ, ഇൻകമിങ് മാത്രം എടുക്കുന്നവർ, ഇതിൻ്റെ വാല്യൂ ആഡഡ് സർവീസസ് ഉണ്ടല്ലോ മറ്റ് നെറ്റ് അത് മാത്രം ഉപയോഗിക്കുന്നവർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഈ ISC വിളിക്കുന്നവർ, ദുബായ്, മിഡിൽ ഈസ്റ്റ് വിളിക്കുന്നവർ, യൂറോപ്പ് വിളിക്കുന്നവർ. വിത്ത് ഓൾ ദിസ് ഡേറ്റ വാട്ട് ഡിസിഷൻ വിൽ ഐ മേക്ക്? നിങ്ങൾ വിചാരിക്കുന്നത് മൊബൈൽ വിൽക്കുന്നതാണ് സെയിൽസ് എന്നോ? മൊബൈൽ വിൽക്കുന്നത് ഈസ് ഓൺലി എ ബിഗിനിങ്, അക്കൗണ്ട് ഓപ്പണിംഗ് പോലെയാണ്. നിങ്ങളുടെ റീചാർജാണ് ഞങ്ങളുടെ റവന്യൂ. So all this customer data, unless I handle in the right direction, I will not make revenue. I lose my job. So what will I do tomorrow? Advertisement ഇറക്കണം. എന്ത് ചെയ്യണം? What kind of promotions? Then the MIS department will come and tell me, sir, when I analyze the data, I am putting them to 5 buckets. ദുബായിലേക്ക് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ, സ്പെഷ്യലി ഇൻ നോർത്ത് കേരള, their calls are slashed by 50%, reduced. There is something going wrong there. Either Idea launched a new scheme or Dubai started WhatsApp calls. So this is no more our baby or XY. അല്ലെങ്കിൽ ഒറീസയിലേക്ക് മാത്രം വിളിക്കുന്നവരെണ്ണം കുറേ കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ if I launch a separate pack for Orissa, I will get lot more new customers. Or നെറ്റ് ഈ താരിഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ടുഡേ ബിക്കോസ് കോമ്പറ്റീഷൻ ഹാസ് ഡൺ സംതിങ് എൽസ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി ആ ഡേറ്റ മനസ്സിലാക്കി കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ കൊടുത്താൽ ഐ വിൽ ഗ്രോ. വാശി പിടിച്ച് ഞാൻ റിലയൻസ് ആണ്, ഞാൻ MTS ആണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ബ്രാൻഡ് ഉണ്ടാവില്ല. You understand? So business data analytics is a huge industry. You know what is the normal salary? You cannot get less than 1 lakh a month. You cannot get. I am talking about within Kerala. All these companies will have an MIS department and the senior managers of MIS department are always paid 12 lakhs and above. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ഒരു സ്ഥാപനത്തിൽ, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നത് ശരിയല്ല, രഞ്ജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്, എൻ്റെ MIS വലങ്കയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8 വർഷം മുമ്പ് 18,000 രൂപയ്ക്ക് ഞാൻ ഹയർ ചെയ്ത പയ്യനാണ്. ഇന്ന് ഹീസ് ഗെറ്റിംഗ് 1.4 lakhs എ മന്ത് ഇൻ 7 years time, ഫ്രം 18 to 1.4. ലുക്ക് അറ്റ് ദ ഗ്രോത്ത്. ആൻഡ് ഹീസ് ഹെഡിങ് ദ എൻ്റയർ സ്റ്റേറ്റ് MIS. അവനില്ലെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സിന് ഒന്നും പറയാനില്ല. ഹാവ് യു സീൻ ദ ലീഡേഴ്സ് പ്രസൻറ്റിങ്? നമ്മൾ ലീഡേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ വിചാരിക്കും ഇവർ എന്നാ ബുദ്ധിയാണ്. ഇവർക്ക് ഇതൊന്നും അറിഞ്ഞിട്ടല്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലൈസ് ചെയ്ത് കൊടുത്ത ആളുടെ മിടുക്കാണത്. ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഹി ഹാസ് ഡൺ എ PhD. നോ, someone else is giving the informations. ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്നത് ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. Now I told you, you can also look at financials. If you are very good in profitability, if you understand bottom line and top line, if you understand cost controls, you can. And finally, if you want management, something else, marketing or something else, then you can also look at something called digital marketing. ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു വലിയ കാറ്റഗറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. We pay more than 1 lakh every month to a small agency in Thrissur who is working for us. Digital marketing is huge. ഞാൻ 3 പേരെ മാറ്റി. We don't get the right person for it. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, വേവ് ലെങ്ത് ഉണ്ടാവണം, നമ്മുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റണം. ഒരു മുറിയിൽ വെറുതെ 2 പേരൊന്നും ചെയ്താൽ മതി. We pay so much to them. പക്ഷേ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ, ലെറ്റ്സ് സേ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും അടിക്കുകയാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ, അടിച്ചു നോക്കാം നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ. A few names will come. Top 5 ഈസിലിംഗ് അക്കാദമി ഉണ്ടാവും. How it comes? ഗൂഗിളിൻ്റെ ബുദ്ധിയാണോ? Then
സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. എങ്ങനെ അവർ ഓപ്റ്റിമൈസ് ചെയ്യും? നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കീവേഡ്സ് അതിനവർ ഓപ്റ്റിമൈസ് ചെയ്യും. I'll tell you a good example for you to understand, especially for this communication students. I went to Singapore a few months back. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് ഇത്തരം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. I reached one day in advance. So I stayed in a place called Little India in Singapore. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഉള്ള സ്ഥലം. So I stayed there. പ്രീവിയസ് ഡേ രാവിലെ എത്തി, ഏർലി മോർണിംഗ് എത്തി, റെസ്റ്റ് ചെയ്തു, ലഞ്ച് കഴിക്കാനായിട്ട്. ഞാൻ 20 വർഷം തമിഴ്നാട്ടിൽ ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലെ എല്ലാം ഇഷ്ടമാണ്. അവിടെ ശരവണ ഭവൻ ഹോട്ടലുണ്ട് ലിറ്റിൽ ഇന്ത്യയിൽ. സോ ഐ വെൻ ടു ശരവണ ഭവൻ. യു നോ ശരവണ ഭവൻ ഇൻ ചെന്നൈ. വെൻ ദർ ഹാഡ് മൈ ലഞ്ച്, കെയിം ആൻഡ് സ്ലെപ്റ്റ് അഗെയിൻ. ഒരു 6 മണി 7 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് വെറുതെ എൻ്റെ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് ദർ ഈസ് എ പ്രൊമോഷൻ. കോമള വിലാസ് ഗിവ് യു $2 ഓഫ് ഫോർ ഡിന്നർ. കോമള വിലാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഒരു ഓഫറാണ്. $2, ഏകദേശം $100 ഓഫർ, 50% ഓഫായി. ഐ തോട്ട് ഫൈൻ, ഗുഡ്. പക്ഷേ അല്പം കൂടി നിങ്ങൾ ആ ടോപ്പിക്കിൽ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൂഗിൾ എന്തൊക്കെ അറിഞ്ഞു. ഇന്നലെ വരെ തൃശ്ശൂരുണ്ടായിരുന്ന സോണി ഇന്ന് സിംഗപ്പൂരാണ്. 5 മണി മുതൽ രാവിലെ 5 മണി മുതൽ സോണി സിംഗപ്പൂരിൽ തന്നെ ഉണ്ട്, ലിറ്റിൽ ഇന്ത്യയിലുണ്ട്. വൈകുന്നേരം 7 മണിയായിട്ടാവും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത്രയും കാലം ഇന്ത്യയിലുണ്ടായിരുന്ന ആൾ ഇന്ന് വൈകുന്നേരമായിട്ടും പോയിട്ടില്ലെങ്കിൽ ഹീ സ്റ്റേയിങ് ദർ ആൻഡ് ഹീസ് ഇൻ ലിറ്റിൽ ഇന്ത്യ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇദ്ദേഹം 1 മണിക്കൂറോളം സമയം ശരവണഭവൻ ഹോട്ടൽ ടവറിൻ്റെ കീഴിലുണ്ടായിരുന്നു. അവിടെ ആരും വെയിൽ കൊണ്ട് അങ്ങനെ നിൽക്കാറില്ല. വിച്ച് മീൻസ് ഹി ഹാസ് ഗോൺ ഇൻസൈഡ് Sarana Bhavan, which means he like Tamil Nadu vegetarian food. And Sony is still in Little India. He's staying here. He will search for his dinner. Yeah. And he like Tamil Nadu vegetarian food. You understand this? And Komala Villas is the second largest chain in Chennai. And they gave an offer. I went and had it. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ. This is called customized marketing. ഇന്ത്യൻ്റെ പുറത്ത് ഡേറ്റ പ്രൊട്ടക്റ്റഡ് അല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ SH തേവര എന്ന് ചോദിക്കാം ഇഫ് ദ ഡേറ്റ ഈസ് ഓപ്പൺ. ഇന്ത്യയിൽ അത് ക്ലോസ്ഡ് ആണ്. ഇന്ത്യൻ്റെ പുറത്ത് ഡേറ്റ ഈസ് ഓപ്പൺ. ഫേസ്ബുക്കിൽ എനിക്കൊന്നൊരു ക്വയറി വന്നായിരുന്നു, സോണിയുടെ എത്ര ഫ്രണ്ട്സ് കഴിഞ്ഞൊരു വർഷം സിംഗപ്പൂർ വന്നിട്ടുണ്ടെന്ന് അറിയണമെന്ന്. ഇൻട്രസ്റ്റിംഗ്. ഞാൻ വെറുതെ യെസ് അടിച്ച് 41 പേര് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ പഴയൊരു ബോസ് യൂണിലിവറിൽ ഭയങ്കര ശുദ്ധനായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, വേറെ കുറേ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ട്. ഈ കള്ളൻ എന്നോട് പറഞ്ഞിട്ടില്ല അവൻ വന്നിട്ടുണ്ട് സിംഗപ്പൂർ എന്നൊക്കെ ഞാൻ വെറുതെ ഓരോരുത്തരെ നോക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത ബട്ടൺ അമർത്തിയിട്ട് അവർ സിംഗപ്പൂർ എവിടെയൊക്കെ പോയെന്ന് അറിയണമെന്ന്. ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ദൈവമായി കരുതിയ എൻ്റെ ബോസ് പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല 1-ാം തരം പബ്ബിൽ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാനും പോയി നോക്കി. അയാൾ പോയ സ്ഥലമല്ലേ, നല്ലതാണെന്ന് അറിയാം. യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഡേറ്റ ഈസ് ഓപ്പൺ. And if I'm in Dubai, they can actually put a call back, how was your experience in SH today? If I say not very happy, they will put another 5 colleges to me. This is how it works. Okay, ചിലപ്പോൾ ഞാനൊരു ഗ്ലോബൽ എഡ്യൂക്കേഷനെ കുറിച്ച് ലിങ്ക് അയച്ചു തന്നു, 1000 പേർക്ക് അയച്ചു, 500 പേര് ഓപ്പൺ ചെയ്തോളൂ, ക്ലിക്ക് ചെയ്തോളൂ. അടുത്ത 500 പേർക്ക് ഞാൻ അവർക്ക് അയച്ചാൽ പോരെ, ഇനി 1000 പേർക്ക് അയക്കണേ. ദിസ് 500 ആർ ഇൻട്രസ്റ്റഡ്. എൻ്റെ ലെവൽ 2 ലെവൽ 3യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദേ ആർ റിയലി ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഒരു 30 കസ്റ്റമറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എൻ്റെ ഓഫീസിന് മുന്നിൽ നിന്ന് വരി നിർത്തിയാൽ പിന്നെ ഞാൻ ഇതിനെ TV പരസ്യം കൊടുക്കണം. Why should I put it in the newspaper? Because in the newspaper I am addressing some 50 lakh people and they are all not my customers. എൻ്റെ അപ്പച്ചനൊക്കെ ഉണ്ട് അതിനകത്ത്. പുള്ളിക്ക് 82 വയസ്സായി, UK പോയി പഠിക്കാനൊക്കെ പറ്റുമോ ഇനി? No. He is not my relevant customer. But I am unnecessarily putting it in Malayalam Manorama and everyone is saying it. Here I am putting it to the core 500. All of you are my customers. അതിൽ നിന്ന് വരുന്ന 30 പേര് ഷുവർ ഷോട്ട് ആണെന്നേ. ആൻഡ് ദിസ് കോസ്റ്റ് മീ ഓൺലി 10% ഓഫ് ദ അതർ കോസ്റ്റ്. ക്യൂ നിൽക്കും ആൾക്കാർ, ക്യൂ നിൽക്കും. ആൻഡ് പല ബ്രാൻഡുകളിൽ നിന്ന് വന്ന പല ബ്രാൻഡുകൾക്കും ഈ TVയും പരസ്യങ്ങളൊന്നും ഇല്ല. ദേ ആർ ഡൂയിങ് ഓൺലി ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇന്ത്യൻ്റെ പുറത്ത് വലിയ സാധ്യത, ഇന്ത്യൻ്റെ അകത്ത് ഒത്തിരി സാധ്യതയുണ്ട്. സോ ഐ ജസ്റ്റ് ഗേവ് യു 3 ഓപ്ഷൻസ്. പേ മീ ലേറ്റർ. യാ, സോ ദിസ് ഇസ് ഹൗ യു മസ്റ്റ് തിങ്ക് ഓൺ. ആൻഡ് ഐ ടോൾഡ് യു മാർക്കറ്റിംഗ്, ഹൗ ഡു യു create, how do you satisfy, how do you make it profitable, and digital marketing kind of options for you people. ഞാൻ അതിലേക്ക് വീണ്ടും വരാം, ഡീപ്പായിട്ട് വരാം. ബട്ട് അങ്ങനെ ചിന്തിച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ചുറ്റിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, ആയിരക്കണക്കിന് ഓപ്ഷൻസ്. അത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, വേർ ഇസ് എ ഡിമാൻഡ്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നാട്ടിലും ഡിമാൻഡ് ഉണ്ടാകണമെന്ന് ഇല്ല. കോമൺ സെൻസ്. ഞങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പേരും പറയുന്നില്ല, പരസ്യവും പറയുന്നില്ല. പക്ഷേ എൻട്രൻസിന് എഴുതുന്ന കുട്ടികളെ 2 പ്രാവശ്യം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയെന്ന്. ഒരു 2 മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴത്തേനും വി ക്യാൻ ജനറലി അണ്ടർസ്റ്റാൻഡ്. നൗ ദർ ആർ 2 categories in it. One full A+.
കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഫുൾ A+ കിട്ടിയവർക്ക് ഫീസ് ഫ്രീ ആണ്. സോ ഫുൾ A+ കിട്ടുന്നവർ നല്ല കാര്യം, പക്ഷേ നമുക്ക് റവന്യൂ തരത്തില്ല. റവന്യൂ തരുന്നവരാരാ? A+ ഇല്ലാത്തവർക്ക്. മിക്കവാറും അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മൂത്തേക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയും സാധ്യതയുണ്ട്. ട്രൈ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷേ കോമൺ സെൻസ് ഉള്ളവൻ പറയും കഴിഞ്ഞ വർഷം 16 ലക്ഷം കുട്ടികൾ നീറ്റ് എക്സാം എഴുതി. സിമ്പിൾ മാത്തമാറ്റിക്സ്, 16 lakhs പീപ്പിൾ റോട്ട് നീറ്റ് എക്സാം. പക്ഷേ ഇന്ത്യയിൽ 62,000 സീറ്റേ ഉള്ളൂ. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. ഇന്ത്യയിലെ സീറ്റ് 62,000 എന്നുള്ളത് 63,000 ആക്കാൻ നമുക്ക് പറ്റൂലെന്ന്. ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. സോ 62,000 സീറ്റേ ഉള്ളൂ എന്നറിഞ്ഞ് 16 ലക്ഷം പേര് എഴുതുമ്പോൾ ഞാൻ ഒരാളാണെങ്കിൽ ഐ മസ്റ്റ് ഹാവ് സം കോമൺ സെൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ടു മേക്ക് ഇറ്റ് 2-3%. പിന്നെ കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയരുത്. സിമ്പിൾ. ഞങ്ങൾ മനോരമയൊക്കെ പേടിച്ചാൽ തുറക്കുക എൻട്രൻസിൻ്റെ പിറ്റേ ദിവസം. കുട്ടികൾ എന്തൊക്കെ അക്രമം കാണിക്കാമെന്ന് അറിയില്ല. ദെൻ വൈ ആർ യു ഗെറ്റിംഗ് ഡിപ്രസ്ഡ്? ബിക്കോസ് യു ന്യൂ ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് ഇറ്റ് ഈസ് ഓൺലി 2-3%. ഞാൻ എങ്ങനെ പഠിച്ച് എങ്ങനെ എഴുതിയാലും 62,000 സീറ്റ് മാറ്റാൻ പറ്റൂല. സോ ഐ ഹാവ് 2 ഓപ്ഷൻസ് ടുഡേ. ഞാൻ അത്തരം ഒരു കോഴ്സിന് പോകുമ്പോൾ ഐ മസ്റ്റ് ഹാവ് എ പ്ലാൻ ബി. ഇഫ് നോട്ട്, വാട്ട് നെക്സ്റ്റ്? വാട്ട് ഈസ് റോങ്? ഓർ ഐ ആം വെരി ഷുവർ ദാറ്റ് ഐ ഹാവ് ടു ബിക്കം എ ഡോക്ടർ ഓൺലി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ്റെ തൊട്ടപ്പുറത്തേക്ക് പോ. അവിടെ സീറ്റ് കിടക്കുന്നുണ്ടല്ലോ. തൊട്ടപ്പുറത്തെ പോ, സീറ്റുണ്ടല്ലോ. അപ്പോൾ നോക്കണം MC അപ്രൂവൽ ഇല്ലേ, WHO അപ്രൂവൽ ഇല്ലേ, ശരിക്കുള്ള ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾ കാണാം ഒരു പക്ഷേ എയിംസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. എയിംസ് എന്ന് കേട്ടിട്ടില്ലേ? ഓൾ ഇന്ത്യ മെഡിക്കൽ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. വെൻ യു ലുക്ക് അറ്റ് ദ വേൾഡ് റാങ്കിങ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് 1236. ആർ യു ഫീലിംഗ് സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്? യു ആർ സെയിങ് വാവ്. റാങ്ക് അങ്ങോട്ട് പോകുന്തോറും ചെറുതാവ് ചെയ്യണേ. 1236 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. പക്ഷേ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്, വന്ന് പഠിച്ചോളൂ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ റാങ്ക് 304. Can I afford this? നോക്കുമ്പോൾ ഇന്ത്യയിലെ ഫീസ് 5.6 lakhs per year. അവൻ്റെ ഫീസ് 3.6 lakhs per year. അപ്രൂവൽ ഇവിടെ MCA, അവിടെ അതുപോലെ തന്നെ 50 അപ്രൂവൽ. ഹോസ്പിറ്റൽ ഇവിടെ ഒരു 1000 ബെഡ്, അവിടെ 27,000 ബെഡ്. ഇവിടെ ആംബുലൻസ്, അവിടെ ഹെലികോപ്റ്റർ. ഇങ്ങനെ നോക്കി വരുമ്പോൾ ദെൻ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? സോ ഐദർ ഇന്ത്യയിൽ തന്നെ പഠിക്കണമെങ്കിൽ റിയാലിറ്റി ബൈറ്റ് ചെയ്യണം. ദ പ്രോബബിലിറ്റി ഈസ് ഓൺലി 2-3%. ഇഫ് നോട്ട്, ഐ ഹാവ് പ്ലാൻ ബി, ലൈക്ക് ഐ വിൽ ഗോ ഫോർ ഫാം ഡി, ഐ വിൽ ഗോ ഫോർ XY, വോട്ട് എവർ. ഇല്ലെങ്കിൽ ഞാൻ പറയണം ഐ വിൽ മൂവ് ഔട്ട് ഓഫ് ഇന്ത്യ. ഇതേപോലെ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ എം സെയിങ് പഠിച്ചാൽ SH എനിക്ക് വലിയ ബഹുമാനമാണ്. ഞാൻ പറഞ്ഞു വെൻ ഐ എൻ്റർ ദിസ് ഗേറ്റ് എവറി ടൈം ഐ സേ ഐ എം മൂവിങ് ടു ദ ബെസ്റ്റ് സ്കൂൾ ഇൻ ദ സ്റ്റേറ്റ്. അത്തരം കോളേജുകളിൽ പ്ലേസ്മെൻറ്റുകൾ ഉറപ്പാക്കി പഠിക്കുന്ന ചില പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കുത്തിയിരുന്നിട്ട് വാട്ട് നെക്സ്റ്റ് എന്നൊരു മീറ്റിംഗ് ഉണ്ടാവരുത്. ഓക്കെ, അതിൽ ഇന്ത്യയിൽ ഡിമാൻഡുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഡിമാൻഡുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ സിവിൽ എഞ്ചിനീയർ, യു മെ നോട്ട്, ഓർ ഇഫ് യു ആർ എൻ HR മാനേജർ, യു മെ നോട്ട് ഗെറ്റ് ഇറ്റ് ഇൻ എറണാകുളം. ബിക്കോസ് എറണാകുളത്ത് ഹെഡ് ക്വാർട്ടറുള്ള വളരെ ചുരുക്കം കമ്പനികളെ ഉണ്ടാവുള്ളൂ. യു മെ ഹാവ് ടു മൂവ് ടു ചെന്നൈ, യു മെ ഹാവ് ടു മൂവ് ടു ബാംഗ്ലൂർ. ഓക്കെ, സോ എല്ലാത്തിൻ്റെ ഡിമാൻഡും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ ഗ്ലോബലായി ചിന്തിക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഡിമാൻഡ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഇത് പറയുമ്പോൾ ഐ ഡോണ്ട് മീൻ ദാറ്റ് ഓൾ ഓഫ് യു നൗ ഫ്ലൈ നത്തിങ്. ഓക്കെ, maybe 10%, 5% of you must look at globally and say, for example, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. എവറി ടൈം വെൻ ഐ ഗോ ടു എൻ എഞ്ചിനീയറിംഗ് കോളേജ്, യു നോ, എറണാകുളത്തൊക്കെ തമാശയ്ക്ക് പറയും, ഇങ്ങനെ കുറച്ച് കല്ല് മുകളിലേക്ക് ഇട്ടാൽ കല്ല് താഴ്ത്തി വീഴുന്നത് തമാശയ്ക്ക് പറയണതായിരിക്കും അല്ലേ? അത്രയും എഞ്ചിനീയേഴ്സ് ഉണ്ട്. നൗ ലുക്ക് അറ്റ് ദ റിയാലിറ്റി. 10,000 എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് കേരളത്തിന് എവറി ഇയർ. പക്ഷേ 1 lakh എഞ്ചിനീയേഴ്സ് പാസ്സായി വരുന്നുണ്ട്. ഐ എം ജസ്റ്റ് പുട്ടിങ് എൻ എക്സാമ്പിൾ. അപ്പോൾ 10,000 പേർക്ക് ജോലി കിട്ടും, ബാക്കി 90,000 വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. സോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അവിടെ ഇൻ്റർവ്യൂവിന് ആൾക്കാർ വന്നിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് 8,000 രൂപയ്ക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് 8.7 CGPA വന്നപ്പോൾ ഞാൻ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞു. ആ കൊച്ചു എന്നെ എന്തൊക്കെ ശാപമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, മോളെ, നിനക്ക് ഈ ജോലി തന്നാലും നീ ഇരിക്കൂല. യു വിൽ വർക്ക് ഫോർ എ മന്ത്, 8,000 rupees ഒരു സിവിൽ എഞ്ചിനീയർ ഇരിക്കൂല. അവൾ പറയണേ, സാറിന് ഇതെങ്കിലും തരാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങി വരണം ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രഷറാണ്. പള്ളി പോകുമ്പോൾ ഒന്നും ആയില്ല അല്ലേ, ഒന്നും കിട്ടിയില്ല അല്ലേ, അപ്പനും അമ്മയും പഠിച്ചിട്ടൊന്നും നടന്നില്ല അല്ലേ, ഐ കനോട്ട്. സോ ഐ ഹാവ് ടു ഹാവ് എ ജോബ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല ഇത്. ഇൻ 2 months ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. യു വിൽ നോട്ട് ലൈക്ക് ടു ബി എ റിസപ്ഷനിസ്റ്റ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആണ്, 8.7 CGPA ആണ്. ഷീ ഫൈനലി സെറ്റ്, തരാൻ പറ്റില്ലെങ്കിൽ അത് പറയണം. എനിക്കും വിഷമമൊക്കെ ഉണ്ട് കേൾക്കാൻ, പക്ഷേ ഐ ന്യൂ എടുത്താലും കാര്യമില്ല, ദേ വിൽ നോട്ട്.
ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മെക്കാനിക്കൽ, സിവിൽ. ഇഫ് യു ഡോണ്ട് ഗെറ്റ്, ബിക്കോസ് ഇവിടെ 10,000 വേക്കൻസി ഉള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, പക്ഷെ നിങ്ങൾ 1 lakh ഉണ്ട്. സോ 90,000 എക്സസ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. സോ കുറച്ച് മീനിങ് ഫുള്ളായിട്ട് ചിന്തിക്കുന്നത് എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്ത് രാജ്യക്കാരൻ എന്താ പറയണമെന്ന് അറിയോ? അയാൾ പറയാണ്, ഇഫ് യു ആർ എൻ എഞ്ചിനീയർ, കം ടു മൈ കൺട്രി ഫോർ യുവർ ഹയർ എഡ്യൂക്കേഷൻ, MS. കണ്ടീഷൻസ് 3 പറഞ്ഞിട്ടുണ്ടാവും. എന്താണെന്നറിയോ? 1, 10 പൈസ ഫീസ് തരാൻ പാടില്ല, ഫ്രീ. ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ്? ഫ്രീ. വെൻ ഐ സേ ഫ്രീ, അബ്സല്യൂട്ട് 0. കോളേജിൻ്റെ റാങ്ക് കണ്ട പേടിച്ചു പോകും നിങ്ങൾ. സ്റ്റുട്ട്ഗർട്ട്, കിംനിസ്, വേൾഡിലെ ടോപ്പ് കോളേജസ്, ആൻഡ് അബ്സല്യൂട്ട് 0. ഓപ്ഷൻ നമ്പർ 2, ഓഫർ നമ്പർ 2, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 80 മണിക്കൂർ ജോലി ചെയ്യാം എവറി മന്ത്, ആൻഡ് യു ആർ പെയ്ഡ് മോർ ദാൻ 50,000 rupees. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. So your hostel, food, etc. is squared off. Maybe you can send some 10,000-15,000 rupees to your home every month. ഓഫർ കഴിഞ്ഞിട്ടില്ല. ഓഫർ നമ്പർ 3, ജോലി കഴിഞ്ഞാൽ തിരിച്ചു പോകണ്ട, ഇവിടെ ജോലി ചെയ്യാനുള്ള വിസ മുൻകൂട്ടി തന്നുകൊള്ളാം. ഇറ്റ്സ് കോൾഡ് സ്റ്റേ ബാക്ക്. വെൻ യു കം ഫോർ 2-year program, I am giving you 1.5 years of visa, post study വർക്ക് വിസ, സോ ദാറ്റ് യു ക്യാൻ സെറ്റിൽ ഡൗൺ. ഈ ജോലി വേണ്ട, ആ ജോലി മതി, whatever. തിരിച്ചു പോകേണ്ട കാര്യം 1.5 വർഷമുണ്ട്. Then you move to work permit and then proceed. Then after that PR, pension, this, that. I'm talking about Europe. And the country's name is Germany. So when Germany is saying scholarships, people are saying such a lovely, nice country, nice people, they are giving scholarship. Let me tell you, I don't want to call it a scholarship. I don't want to call it a scholarship because it is their selfishness and they are begging for people. Today, average age of Germany is 48. Look at this. Average age of Germany is 48. ഞാൻ ഈ അടുത്ത് ജർമ്മനി പോയപ്പോൾ ഞങ്ങൾ സൺഡേ പള്ളിയിൽ പോകുന്നു വരാം, 13 പേര്. അപ്പോൾ സർപ്രൈസ്ഡ്. നമ്മുടെ പള്ളിയിലൊക്കെ 100, 500 അങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ട് ഞാൻ വെറുതെ പ്രീസ്റ്റിനോട് ചോദിച്ചു, അച്ചോ ഇത് ഈ മൈനസിലാണ് കിടക്കണേ, ഇത് ചൂടാക്കി എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും നോർമൽ ടെമ്പറേച്ചർ ആക്കാൻ. 13. ഐ എം സർപ്രൈസ്ഡ്. സോ ഐ ആസ്ക്ഡ് ഹിം, ഹൗ മെനി ഫാമിലീസ് വി ഹാവ് ഇൻ ദിസ് പാരിഷ്? അങ്ങനെ പറയാം ക്രിസ്ത്യൻസ്, പാരിഷ്, ഇടവക. ഹൗ മെനി ഫാമിലീസ് വി ഹാവ് ഇൻ ദിസ് പാരിഷ്? അവിടുത്തുകാരൻ അച്ഛൻ. He got angry. Why you want to know this? ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ വളരെ എളിമയിൽ ഞാൻ കുറച്ച് റിലീജിയസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ ഒരു ആഗ്രഹത്തിൽ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, അച്ചോ, ലെറ്റ് മീ റിപ്പീറ്റ്. ഐ ഓൺലി ആസ്ക്ഡ് യു ഹൗ മെനി ഫാമിലീസ് ഡു വി ഹാവ് ഇൻ ദിസ് പാരിഷ്? സോണി, ഡോണ്ട് ആസ്ക് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരാളുടെ റെക്കമെൻഡേഷനിൽ കുർബാനയുടെ കാപ്പിയൊക്കെ ഉണ്ട്. ആ നേരത്തെ എനിക്കൊരു സ്വഭാവമുണ്ട്, സംശയം വന്നവൻ ഞാൻ നിൽക്കുള്ളൂ, അത് തീരണം. അപ്പോൾ ഇയാളുടെ റെക്കമെൻഡേഷൻ ഇവിടെ പോയിട്ട് വീണ്ടും പോയി ചോദിച്ച്, ജർമ്മനിലും ഇംഗ്ലീഷിലൊക്കെ മാറി ചോദിച്ചു. ഹീ ഈസ് ഫ്രം കേരള, ഹീ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ്, സോ പ്ലീസ്. ഹീ സെഡ്, യു ആസ്ക്ഡ് എ റോങ് ക്വസ്റ്റ്യൻ. ഐ സെഡ്, ദെൻ ഞാൻ ചോദിക്കുകയാണ്, വൈ യു ആർ ആംഗ്രി? ഹീ സെഡ്, യു ആസ്ക്ഡ് എ റോങ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഇതിനെവിടെ റോങ് ഉള്ളത്? ഈ പാരിഷിൽ എത്ര കുടുംബമുണ്ടെന്ന് ചോദിച്ചതോ? ഇതിലെവിടെ റോങ് ഉള്ളത്? അച്ഛന്മാരൊന്നും ചൂടാവാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ആരും ചോദിക്കാറില്ല. ഇവിടെ ചോദിക്കണമെങ്കിൽ യു മസ്റ്റ് ആസ്ക് ഹൗ മെനി മെമ്പേഴ്സ് യു ഹാവ് ഇൻ ദിസ് പാരിഷ്. അവർ ഫാമിലി ആയിട്ട് ജീവിക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ചോദിക്കുന്നവർക്ക് ഇഷ്ടമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് അത്ര കൂട്ടുകുടുംബം എന്ന് പറയാം. യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്? അങ്ങനെ 50ഉം 60ഉം വർഷം ജീവിച്ചപ്പോൾ കുട്ടികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞപ്പോൾ ഇന്ന് അവരുടെ ആവറേജ് ഏജ് ഈസ് 48. ദേ ഡോണ്ട് ഹാവ് യങ്സ്റ്റേഴ്സ്. ആൻഡ് ആവറേജ് ഏജ് ഓഫ് ഇന്ത്യ ഇസ് 28. ജർമ്മനിയെ കുറിച്ച് അറിയാമല്ലോ, അവർക്ക് ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സിനെ വേണം. നിങ്ങളൊരു കാറിൻ്റെ പേര് പറഞ്ഞു, ഇറ്റ് ഈസ് ഫ്രം ജർമ്മനി. യു നെയിം ഇറ്റ്, ഇറ്റ് ഈസ് ഫ്രം ജർമ്മനി. ഓക്കെ, ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറിങ് കൺട്രിയിൽ ഇന്ന് യങ്സ്റ്റേഴ്സ് ഇല്ല, എഞ്ചിനീയേഴ്സ് ഇല്ല. ഇങ്ങനെ പോയാൽ പ്രൊഡക്ഷൻ നിൽക്കും. അപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞോളൂ, പക്ഷെ ഞാൻ പറയും, ദേ ആർ ബെഗിങ് ഫോർ പീപ്പിൾ ആൻഡ് സെയിങ് ഡോണ്ട് പേ, പ്ലീസ് കം. ദിസ് ഈസ് കോൾഡ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. You understand this? On one side, you are saying, I'm not getting a job, I am willing to work as a receptionist in spite of getting 8.7 CGPA. Nearby country saying, can you come down? I'll pay you lakhs. And while studying, you don't pay anything. While studying, you work and earn money also. I'll give you visa in advance. What else you want? Okay, ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ ചിന്താഗതി ഉണ്ടായാൽ ജോലിയില്ല എന്ന് പറഞ്ഞാൽ ആരും നടക്കില്ല. And is it a crime to go to Europe? My sister is there. She travels once in 3 months. Once in 3 months, she's in Thrissur for 10 days. It's not very expensive. And they have PR, they have pension. You know what is the pension scheme? Around 60% of your salary. എൻ്റെ ചേച്ചിയുടെ കാര്യം കണ്ണു വയ്ക്കരുത് കേട്ടോ. അറിയണം, ഓ ചേച്ചി, വാട്ട് ഈസ് ദിസ്? ഓക്കെ, സി, when you are paid so much, ടെൻഷൻ ഇല്ലാണ്.
യൂറോപ്പിൽ പോകുന്നവരുടെ പൈസ നാട്ടിലേക്ക് വരുന്ന നിങ്ങൾ അധികം കാണില്ല. ദുബായിയുടെ പൈസ അങ്ങനെ തന്നെ വരും. സ്വരൂപിച്ച് സ്ഥലം മേടിച്ചിട്ട് കൂടി അവരിത് ചെയ്യില്ല. ബിക്കോസ് ദേ ഗെറ്റ് ദിയർ പെൻഷൻസ് ടിൽ ദെയർ ലാസ്റ്റ് ഡേ ഇൻ ലൈഫ്. ഗവൺമെൻറ് വിൽ ടേക്ക് കെയർ. ഞങ്ങളും കൊടുക്കുന്നുണ്ട് 33% ടാക്സ് ഇന്ത്യയിൽ. ഓക്കെ, അവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ദെയർ ടാക്സ് മണീസ് വിൽ കം ബാക്ക് ടു യു ലേറ്റർ. യു ആർ ടേക്കൻ കെയർ. ദിസ് ഇസ് കോൾഡ് PR, പെർമനൻറ്റ് റെസിഡൻസിന്. സോ ഐ എം ഓൺലി സേയിങ് വിവിധമായ പ്രോഗ്രാംസിന് ഇഫ് ഇറ്റ് ഇസ് കമ്പ്യൂട്ടിംഗ്, ഇതേ ജർമ്മനിയിലേക്ക് നിങ്ങൾ MBA പഠിച്ച് പോയി നോക്കിയാൽ ജീവിതത്തിൽ ജോലി കിട്ടില്ല. ബിക്കോസ് അവിടുത്തുകാർക്ക് വൈറ്റ് സ്കിന്നുള്ള ജർമ്മൻ പറയുന്ന ആളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ്. അവിടെ പോയി ക്യൂ നിൽക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? ദർ ഇസ് സംതിങ് കോൾഡ് ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ്. എവറി കൺട്രി ദേ ഹാവ് അനൗൺസ് ദെയർ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജസ്. ആ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഏതിന് എവിടെ ഡിമാൻഡ്. നൗ കമ്മിങ് ടു കമ്പ്യൂട്ടിംഗ്, ടെൽ മീ വിച്ച് ഇസ് ദ ബിഗസ്റ്റ് കൺട്രി, വിച്ച് കുഡ് ബി ദ ബിഗസ്റ്റ് കൺട്രി ഫോർ കമ്പ്യൂട്ടിംഗ് ഇൻ ദ വേൾഡ്? ആരായിരിക്കും? US, you are right. Second, Japan. Any other options? China. Any other options? Huh? Russia. Okay. India. Okay. There is a small country, ഇത്രയും പോകുന്ന ഒരു കൊച്ചു രാജ്യം called Ireland. ആരും വിചാരിക്കില്ല. ബിക്കോസ് ദ പോപ്പുലേഷൻ ഈസ് 41 lakhs. എറണാകുളം പോപ്പുലേഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് 41-42 lakhs ഒരു കൺട്രീൻ്റെ പോപ്പുലേഷനാണ്. And they had some investment schemes for IT and pharmaceuticals. So they started, a lot of companies started their branches. And today, they are second largest in the world for IT. They need lakhs and lakhs of computing people. ഇന്ന് നമുക്ക് നമ്മുടെ BCA, BSc കമ്പ്യൂട്ടേഴ്സ് വന്നിട്ടില്ല. But then I'm sending this to them. Okay, you just do, now, especially for girls and boys of course, when you talk about PG, your biggest tension is I have to invest 2 more years. അല്ലേ? പക്ഷേ നിങ്ങളുടെ PG 1 year ആണെങ്കിലോ, there are 3 countries in the world give you 1 year PG. UK, Ireland, France. 1 year post graduation. When I say post graduation, masters. ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് പോകാം. Original masters. Okay, just 1 year. The difference is, for example, I did my MBA. മാർക്കറ്റിംഗ് പഠിക്കാനാണ് പോയെ. ആദ്യത്തെ സെമസ്റ്ററിൽ ഒരൊറ്റ പേപ്പറേ മാർക്കറ്റിംഗ് ഉണ്ടായുള്ളൂ. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിച്ചു, പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, ഒരു മാർക്കറ്റിംഗ്. സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ ഭാഗ്യത്തിന് 2 മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ അവസാനമാക്കിയപ്പോൾ 3-4 മാർക്കറ്റിംഗ് പഠിച്ചു. പുറത്ത് വന്നപ്പോൾ എല്ലാം കുറച്ചൊക്കെ അറിയാം. അന്ന് ഒന്നും ഇല്ല താനും. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷേ നിങ്ങൾ ഇവിടെ 1 year മാസ്റ്റേഴ്സിന് പോകുമ്പോൾ യുവർ ഫസ്റ്റ് പേപ്പർ സ്റ്റാർട്ട്സ് വിത്ത് ഇഫ് ഇറ്റ് ഇസ് ലോജിസ്റ്റിക്സ്, ഫസ്റ്റ് പേപ്പർ ഈസ് ലോജിസ്റ്റിക്സ്, സെക്കൻഡ് ലോജിസ്റ്റിക്സ്, തേർഡ്, ഫോർത്ത് ടിൽ 12th. യു വിൽ നോട്ട് സ്റ്റഡി എനിത്തിങ് എൽസ്. And they make you a specialist. When you come out, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ you can tell the company, if you give me a chance, this is what I can do for you. ലോജിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രോഗ്രാമാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അക്കൗണ്ടിങ് ഒഴികെ ബാക്കി ഭാഗമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നവർ ഉണ്ടല്ലേ? ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അക്കൗണ്ടിങ് ഒഴികെ ബാക്കിയെല്ലാം സൂപ്പറാണെന്ന് പറയുന്നവർ, തിയറി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇസ് വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് നോട്ട് വാട്ട് ഈസ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്? Transportation. Okay, this is an old definition. This is an old definition because moving goods from the manufacturing place to the, for example, Lifebuoy soap പണ്ട് കാലത്ത് ഗുജറാത്തിൽ ഉണ്ടാക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണം the raw materials are from there. Why should I shift raw materials? Okay, so to save cost I make it there. ഞങ്ങളൊക്കെ ജനറേഷൻ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, but you are doing a wrong thing. കാരണം ഉണ്ടാക്കപ്പെട്ട Lifebuoy ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ because the highest consumption is in South India. സോ ഉണ്ടാക്കപ്പെട്ട Lifebuoyനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നേക്കാൾ എളുപ്പം റോ മെറ്റീരിയൽ ഗുഡ്സ് ട്രെയിനിൽ കയറ്റി കൊണ്ടുവരുന്നതാണ്. സോ ദ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ലെറ്റ് us shift the factory to South India. You understand? Someone else said, why are you keeping so much of stocks? ഒരു മാസം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ 5 കോടി വിൽക്കണമെങ്കിൽ ആദ്യം 5 കോടി സ്റ്റോക്ക് മേടിച്ച് വെക്കണം. അപ്പോൾ 5 കോടി സ്റ്റോക്ക് വെക്കണേ അത്രയും സ്ഥലം ഉണ്ടാകണം. ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ 100 കണക്കിന് ആൾക്കാരുണ്ടാകണം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ 10-200 ചെരുപ്പൊക്കെ പുറത്ത് കാണാം. പള്ളിയാണെന്ന് തോന്നുന്നു നമുക്ക്. ഇത്രയും ജോലിക്കാരുണ്ടാവും അതിൻ്റെ അകത്ത്. മനസ്സിലായോ? അപ്പോൾ ഇടയ്ക്ക് തൃശ്ശൂരത്തെ ഒരു മുതലാളി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുത്തർ ഒരു സോപ്പ് വെച്ച് കട്ടുകൊണ്ടുപോയി എൻ്റെ 200 സോപ്പ് പോലെ ദൈവമേ. അത്രയും എംപ്ലോയീസ്, ഒരു കൺട്രോൾ ഇല്ല. മനസ്സിലായോ? വേറെ മിടുക്കന്മാർ വന്നിട്ട് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് പഠിച്ച ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, വൈ യു വാണ്ട് ടു കീപ് സോ മച്ച് സ്റ്റോക്സ്? ദേ സെറ്റ് യു ബുക്ക് ദ ഓർഡർ. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ടെക്നോളജി എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് അറിയാൻ വേണ്ടി. യു ബുക്ക് ദ ഓർഡേഴ്സ് ഇൻ യുവർ പാം ടോപ്സ്. ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ കൊമേഴ്സുകാർക്ക് മനസ്സിലാവും, അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. സി, ഐ വാസ് ഇൻ സെയിൽസ് ഇൻ യൂണിലിവർ. So I go to a shop and start selling Nor soups, brew coffee, Kisan, this, that. 4-5 ഓർഡർ എടുക്കുമ്പോഴത്തേനും കടക്കാരൻ ഇനി നാളെ ആവാൻ സാർ, കാരണം ബില്ലിന് പൈസ തരണ്ടേ. പക്ഷേ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ എ ഗുഡ് സെയിൽസ് പേഴ്സൺ മേക്ക് എ കോൾ ഇൻ എ ഷോപ്പ്, വിൽ സെൽ ഫോർ ലെറ്റ്സ് സേ 1 lakh.
അത്രയും സെല്ലിംഗ് സ്കിൽ ഇല്ലാത്ത ഒരാൾ പോവുകയാണെങ്കിൽ ദ സെയിൽസ് വിൽ ബി 70. യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ്? സെയിൽസ് പേഴ്സൺ സെൽ ഹൈ, ഓക്കെ ആണ്. ലേറ്റർ ഓൺ യൂണിലിവർ സെറ്റ് ഓൾ ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സുകാരുടെ ടെക്നിക്സ് ആട്ടോ. ലേറ്റർ ഓൺ ദ സെറ്റ് വൈ യു വാണ്ട് ടു സെൽ മോർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെയുള്ള ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് പറഞ്ഞേ, കൊച്ചിയിലുള്ള സൂപ്പർ മാർക്കറ്റ് ഒന്നും കേട്ടില്ലേ? ബിസ്മി ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ FMCG ഉള്ളതല്ലേ അവിടെ? ഉണ്ട് ബിസ്മിക്കുണ്ട്. ലെറ്റ്സ് സേ അവിടുത്തെ കസ്റ്റമേഴ്സ്, എൻ്റെ യൂസേഴ്സ് ആണല്ലോ അതൊക്കെ മേടിക്കുന്നത്. കസ്റ്റമേഴ്സ് 5 പെട്ടി ലൈഫ് ബോയെ ഒരു ആഴ്ച മേടിക്കുള്ളൂ എന്ന് വിചാരിക്കുക. 5 പെട്ടിയാണ് ഓഫ് ടേക്ക് എന്ന് പറയും, റാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആക്ച്വൽ ഓഫ് ടേക്സ്. ഓക്കെ, 5 പെട്ടിയാണ് ലൈഫ് ബോയ്. സോ എ സെയിൽസ് പേഴ്സൺ ഗോസ് ആൻഡ് സെൽ 10, 12, 15. ഡു യു ഹാവ് എനി ബെനിഫിറ്റ്സ്? അത് മാറില്ല, അത് 5 പെട്ടിയാണ്. സോ യു ആർ പ്രീപോണിങ് സം സെയിൽസ്, അഡ്വാൻസിങ് സം സെയിൽസ്. ഇന്ന് 12 വിറ്റാൽ അടുത്ത ആഴ്ച വേറെ വിൽക്കാൻ പറ്റില്ല. That's it. So you're just preponing some sales. Is it called the real sales? Do you get anything out of it? So one team in 2002 ആണെന്ന് തോന്നുന്നു, അവർ വന്നിട്ട് പറഞ്ഞു, നോ മോർ സെല്ലിംഗ് സ്കിൽസ്. ലുക്ക് അറ്റ് ദിസ്. ഞങ്ങൾക്ക് സെയിൽസ് ഒക്കെ പഠിച്ച് റാങ്കൊക്കെ മേടിച്ച് വന്നപ്പോൾ പറയാണ്, ഡോണ്ട് യൂസ് എനി ഓഫ് യുവർ സെല്ലിംഗ് സ്കിൽസ് ഇൻ അവർ കമ്പനി. ലുക്ക് അറ്റ് ദിസ്. ദേ സെഡ്, ഈ കടകളിലെ മുഴുവൻ കഴിഞ്ഞ 6-7 കൊല്ലത്തെ പർച്ചേസ് പാറ്റേൺ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. കമ്പ്യൂട്ടർ കടയിൽ ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് മാത്തമാറ്റിക്കൽ ആവറേജ് ഓഫ് ലൈഫ് ബോയ് ഇൻ എ വീക്ക് ഇൻ ബിസ്മി ഈസ് ജസ്റ്റ് 5 കേസസ്. ഡോണ്ട് ഓവർ സെൽ, ഡോണ്ട് അണ്ടർ സെൽ. ഓക്കെ, ദേ ആർ ബേസിക്കലി സെയിങ് സ്റ്റോപ്പ് തിങ്കിങ്, ഡോണ്ട് തിങ്ക്, സ്വിച്ച് ഓഫ്. ഓക്കെ, ദർ ഇസ് എ നോം. 6 പെട്ടി, 5 പെട്ടിയുടെ എക്സ്ട്രാ ഒരു പെട്ടി, 6 പെട്ടി നോം. ബിസ്മിയിൽ പോകുമ്പോൾ അവിടെ 6 പെട്ടി ഉണ്ടാകണം. ഇപ്പോൾ സെയിൽസ്മാൻ്റെ ജോലി എന്താണെന്നറിയോ? പോയിട്ട് ഹി ഹാസ് ടു കൗണ്ട് ഹൗ മെനി ബോക്സസ് ആർ ദർ. So he counts and say only 4. So what is order? 2. ഇതിന് MBA വേണം. Lot of sales people lost their job. They said don't sell. There is a mathematical average. പക്ഷേ എങ്ങനെ ഈ ആവറേജ് ഓർത്തിരിക്കാൻ പറ്റും? യൂസ് എ പാം ടോപ്പ്, നോ മോർ ബുക്സ്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ ഞാൻ ബിസ്മിന്ന് അടിക്കും. അപ്പോൾ എല്ലാം വരും, ലൈഫ് ബോയ്, ലെക്സ്, ക്ലിനിക് പൾസൻസ് ഒക്കെ വരും. എത്ര പെട്ടിയാണ് സ്റ്റോക്ക് നോം? അതിലുണ്ട്. ഇയർലി കോൺട്രാക്റ്റ് ഉണ്ട്. കടക്കാരായിട്ട് സംസാരിക്കുക പോലും വേണ്ടെന്ന്, കോൺട്രാക്റ്റ് ഉണ്ട്, ഇത്രയൊക്കെ വേണ്ടതെന്ന്. മൈ ജോബ് ഈസ് ടു ജസ്റ്റ് കൗണ്ട് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ദ ബാലൻസ് വിൽ കം ഇൻ ദ പാം ടോപ്പ്. ഇൻ ദ ഈവനിങ്, യു നോ വാട്ട് ഐ ഡു? ഐ പുട്ട് എ സെൻഡ് ബട്ടൺ. ദിസ് ഗോസ് ടു ദ C&FA, നോട്ട് ദ ഡിസ്ട്രിബ്യൂട്ടർ. C&FA നൈറ്റ് ഷിഫ്റ്റ് ആണ്. C&FA രാത്രി ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ട എല്ലാം ബില്ല് ചെയ്ത് വെക്കും, ഒരു വണ്ടിയിൽ ലോഡ് ചെയ്ത് വെക്കും. വണ്ടി നേരെ മാർക്കറ്റിലേക്ക് പോവാം. പിന്നെ ഞാൻ 5 കോടി സ്റ്റോക്ക് കൂടെ മേടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഗോഡൗൺ 200 ജോലിക്കാർ. You understand how the technology is taking up? Yeah. Okay, so a lot of sales people went to this side, a lot of other loading unloading people went to this side, and look at the owner of this distribution. He don't have to invest any more 5 crores. No space, no exposure, nothing. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, മക്കളെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, നാളെ മുതൽ നിങ്ങളുടെ മാർജിൻ 5% പകരം 2% ആയിരിക്കും. Because now that you are not investing, no people, no labor, no expense. Thousands and thousands crores ആണ് പ്രോഫിറ്റിൽ മാറിയത് ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി വേണ്ട. ജസ്റ്റ് ദിസ് പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിൻ്റെ പേര് പറയുന്നവർക്ക് 1000 rupees പ്രൈസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ദിസ് പ്രൊജക്ട് ഈസ് കോൾഡ് JIT. Just in time. We did it. You understand? Not me, a set of professionals. You understand? ഇങ്ങനെയാണ് ഒരു ചില കോൺസെപ്റ്റ്സ് ഉണ്ടായത്. ജസ്റ്റ് ഇൻ ടൈം. Don't stock it. Don't sell norms. You are billing. ഞങ്ങൾക്ക് 1000കണക്കിന് ബില്ലിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ടാലി വന്നതോടുകൂടി 10 പേരായി. ടെക്നോളജി വിൽ ടേക്ക് ഓവർ. അണ്ടർസ്റ്റാൻഡ്? സോ ഐ എം ഓൺലി സെയിങ് ദർ ഇസ് സംതിങ് കോൾഡ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അല്ല. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ആൻഡ് ഡു മിറാക്കിൾസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പം അത്തരം ഒത്തിരി ഓപ്ഷൻസ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയതുപോലെ, ബിസ്മിയിൽ പോയതുപോലെ കാരിയർ കാണണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ, ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ കാലത്ത് അപ്പച്ചൻ ഒരു തുണ്ട് ഷീറ്റിൽ എഴുതി വരും, കുളിക്കണ സോപ്പ് 2, അലക്കണ സോപ്പ് 3, ഷോർട്ട് ഫോമിലൊക്കെ എഴുതാം. എൻ്റെ ജോലി ഇതുകൊണ്ട് കടയിൽ കൊടുക്കലാണ്. ഏത് ബ്രാൻഡ് കടക്കാരൻ തീരുമാനിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കുളിക്കണ സോപ്പ് 2 എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടക്കാരൻ ഉടനെ എടുത്ത് വരുന്ന 2 റെക്സോണ സോപ്പാണ്. എനിക്ക് ഈ സാധനം കണ്ണിനേരെ കണ്ടുകൂടാ. ബട്ട് ദെൻ ഹീ ഡിസൈഡ്സ്. ഓക്കെ, മുടി വെട്ടാൻ പോകുമ്പോൾ കാലത്ത് പറഞ്ഞു പോകും അപ്പച്ചൻ. പ്രീപെയ്ഡ് മോഡലാണ്, കാലത്ത് പൈസ കൊടുത്ത് പോയിട്ടുണ്ടാവും. നമ്മുടെ അടുത്ത് ആത്തി വെട്ടിയോളോട്ടോ. എന്തിനാണെന്നറിയോ? അടുത്ത 2 മാസത്തേക്ക് വെട്ടാൻ പാടില്ല. അപ്പം ഞാനവിടെ പോയിട്ട് സ്റ്റെപ്പ് കെട്ടിങ്ങെന്നൊക്കെ പറഞ്ഞാൽ കാരണം കാശ് കൊടുത്ത ആൾ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. യു ഹാവ് നോ റൈറ്റ്. മനസ്സിലായി? ഇന്ന് നിങ്ങൾ സമ്മതിക്കുമോ?
അല്ലേ? ഒരു ലാക്മേയുടെ ഒരു ലൈനർ മേടിക്കണമെങ്കിൽ നിങ്ങൾ പോയിട്ട് പറയില്ലേ, ഈ ചായക്ക് നിറമില്ല, ഈ ചായക്ക് ഗുണമില്ല, ഇതിന് ഓഫറില്ല, 0.003 പോയിന്റ് മാറിയതിൻ്റെ പേരിൽ ഒരു ചേച്ചി 1 കോടി ഞങ്ങൾക്ക് കസ്റ്റമർ കമ്മ്യൂണിറ്റി ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ഒരു ഡെസിമൽ മാറിപ്പോയതിൻ്റെ പേരിൽ ഇവിടെ നിന്ന്. മനസ്സിലായി? സോ യു ആർ സോ ചൂസി ടുഡേ, ബട്ട് ഫോർ ദ കാരിയർ യു ചൂസ് ഇറ്റ് ബിക്കോസ് ജോസഫ് എടുത്തു, ബീനെ എടുത്തു, ഞാനെടുത്തു. You understand this? So I'm only saying, once in a while sit 1 hour like this. You have 2 options. You can either spend 1 hour or you can invest 1 hour. I don't have to explain this more. When you spend, it gets over. When you invest, you get returns. When you invest this kind of 1 hour once in a while, then you get into a supermarket of thoughts, and if you think it is relevant, take it. വീട്ടിൽ പോയിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ച് ഒരു സീരിയൽ കാണുമ്പോൾ ഒക്കെ നോർമലാവും. നാളെ വിൽ കം ബാക്ക് ആൻഡ് ടേക്ക് ദ ബുക്സ് അഗെയിൻ. ഓക്കെ, ബട്ട് ഐ എം സെയിങ് തീരുമാനങ്ങൾ ഉണ്ടാകണം.